ഈ രാജ്യത്ത് ഗവർണർമാർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നൊരു കാലഘട്ടമാണ്. സുപ്രീം കോടതി പോലും ഗവർണർമാരെ പല ഘട്ടങ്ങളിൽ അവരുടെ ഇടപെടലുകളെ ചോദ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. രാജ്യത്തെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളൊക്കെ ഗവർണർമാരെ വെച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ ശക്തമായ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ BJP അനുകൂല, സംഘപരിവാർ അനുകൂല, കേന്ദ്രത്തിന്റെ ഇഷ്ടക്കാരനായി നിൽക്കുന്ന നിലപാടുകൾക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ കേൾക്കുന്ന ഒരാളാണ്. ആ ഗവർണറെ പിന്തുണച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഇന്ന് അല്പസമയം മുമ്പ് കേട്ടൊരു പ്രധാനപ്പെട്ട വാർത്ത. കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ തുടരണമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാ വിഘ്നങ്ങളും മാറി അടുത്ത 5 വർഷം കൂടി കേരളത്തിൽ തുടരാൻ ഗവർണർക്ക് കഴിയട്ടെ എന്നും തിരുവഞ്ചൂർ പറഞ്ഞു. സംഘപരിവാർ നിലപാടുകളുടെ പേരിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ കേട്ട ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കോൺഗ്രസ് ദേശീയ നേതൃത്വം ഗവർണർമാരെ ഉപയോഗിച്ചുള്ള BJP നീക്കങ്ങൾക്കെതിരെ രംഗത്ത് വരുമ്പോഴാണ് ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാനെ പുകഴ്ത്തിക്കൊണ്ട് തിരുവഞ്ചൂർ വന്നിരിക്കുന്നത്. വിഘ്നങ്ങളുമായി ഗവർണർക്ക് അടുത്ത 5 വർഷം കൂടി ഈ കേരളത്തിൽ തന്നെ വരട്ടെ എന്ന് ഈ മലയിൽ വന്നുപോയി ഈ നല്ല അന്തരീക്ഷത്തിൽ നിന്ന്, ഇവിടുത്തെ നിരന്തരമായ അന്തരീക്ഷത്തിൽ നിന്ന് മടങ്ങിപ്പോയി വരാനും സ്വാഭാവികമായും ഒരു വിഷമത്തിനുണ്ടാവില്ല. അവർ ശ്രേയസ്സിലേക്ക് വരുള്ളൂ എന്നെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ഗവർണർ 5ാം വർഷം പൂർത്തിയാക്കി വീണ്ടും കേരള ജനതയ്ക്ക് മുമ്പിൽ ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന നിലയിൽ നിൽക്കാനിടയാകും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുകയാണ്. സനോജ് കോട്ടയത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി. സനോജ്, സംഘപരിവാർ നിലപാടുകളുടെ പേരിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ കേൾക്കുന്ന ഒരു ഗവർണർ, ഭരണഘടനാ വിരുദ്ധമായ നടപടികളുടെ പേരിൽ സുപ്രീം കോടതിയിൽ പോലും ചോദ്യം ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഒരു ഗവർണർ, ആ ഗവർണർ ഇനിയും 5 വർഷം തുടരട്ടെ എന്ന് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ആശംസിക്കുകയാണ്. എല്ലാ വിഘ്നങ്ങളും മാറി അടുത്ത 5 വർഷവും തുടർന്ന് സന്തോഷകരമായി നിൽക്കട്ടെ എന്ന് പറയുകയാണ്. നേരത്തെ K. സുധാകരനും ഗവർണറെ പല ഘട്ടങ്ങളിൽ അനുകൂലിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിൽ പരം എന്തു വേണം കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാടുകൾ എന്താണെന്നറിയാൻ? രക്ഷിക്കാൻ വേണ്ടി എല്ലാവിധ നിലപാടുകളും എടുത്തിട്ടുള്ള ഒരാളാണ് കേരളത്തിന്റെ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ. മുൻപ് P. സദാശിവത്തെ പോലെയുള്ള ആളുകളൊക്കെ ആ സ്ഥാനത്തിരുന്നപ്പോൾ സംഘപരിവാർ നോമിനികളായി വന്നുവെങ്കിൽ പോലും അവർ അവരുടെ അധികാര സ്ഥാനത്ത് നിന്നുകൊണ്ട് നിയമം വിട്ടുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിരുന്നില്ല. പക്ഷേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ഗവർണർ സ്ഥാനം ഏറ്റെടുത്ത നാൾ മുതൽ നിയമലംഘന പ്രവർത്തനങ്ങൾ നടത്തുകയും സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഗവർണറുടെ കാലാവധി തീരുന്ന ദിവസമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ അവസാന ദിവസം കൂടിയാണ്. അദ്ദേഹം ഇനിയും ഗവർണറായി തുടരുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിനിടയിലാണ് ഇന്നലെ കോട്ടയത്ത് സൂര്യകാലടി മനയിൽ സംഘടിപ്പിച്ച വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഗവർണർ കോട്ടയത്ത് എത്തിച്ചേർന്നത്. ഈ പരിപാടിയിൽ ഗവർണർ എത്തിച്ചേരുമ്പോൾ ആ പരിപാടിയിൽ മുഖ്യപ്രഭാഷകനായി തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉണ്ടായിരുന്നു. അങ്ങനെ തിരുവഞ്ചൂരിന്റെ പ്രസംഗം ആരംഭിക്കുന്ന വേളയിൽ ആളുകളെ പരിചയപ്പെടുത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഗവർണറെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നത്. വിനായക ചതുർത്ഥി ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂര്യകാലടി മനയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ, അതായത് സൂര്യകാലടി മനയിൽ വരുന്ന ആളുകള് അവിടുത്തെ ആത്മീയ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കടന്നുപോയി കഴിയുമ്പോൾ അവിടെ നിന്നും പോകുന്ന ആളുകൾക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല. അവർക്ക് എപ്പോഴും സന്തോഷത്തിന്റെ ദിവസങ്ങളാവും വന്നു ചേരുക. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാന് വരുന്ന വർഷക്കാലം കൂടി 5 വർഷക്കാലം കൂടി കേരളത്തിന്റെ ഗവർണറായി തുടരുവാൻ സഹായകരമാവട്ടെ, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാവട്ടെ എന്നുള്ള തരത്തിൽ ഗവർണറെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് തിരുവഞ്ചൂർ തന്റെ വാക്കുകളിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഒപ്പം രാജ്യവ്യാപകമായി കോൺഗ്രസ് നേതൃത്വവും പ്രതിപക്ഷ പാർട്ടികളുമെല്ലാം ഗവർണർമാരുടെ രാഷ്ട്രീയ ഇടപെടലിനെതിരെ ശക്തമായി രംഗത്ത് വരുന്ന വർത്തമാന കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള, പ്രത്യേകിച്ച് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരള ഗവർണറെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതാണ് അതിന്റെ ഏറ്റവും ഗൗരവതരമായ വിഷയവും സനോജ്. ആ വിഷയമാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത്. കാരണം നേരത്തെ പല ഘട്ടങ്ങളിൽ ഗവർണറെ പിന്തുണച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞിരുന്നത്
ഗവർണർക്കല്ല പിന്തുണ, വിഷയാധിഷ്ഠിതമായിട്ടാണ് പിന്തുണ നൽകുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, അത് സൂര്യകാലടി മനയിൽ നടന്ന വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ്. അവിടെ ഗവർണറെ പിന്തുണയ്ക്കേണ്ട ഒരു ആവശ്യകതയുമില്ല, അത്തരത്തിലൊരു രാഷ്ട്രീയം പറയേണ്ട ഒരു ആവശ്യകതയുമില്ല. എന്നിട്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ ചടങ്ങിൽ, ആത്മീയമായ ചടങ്ങിൽ പറയുകയാണ് ഗവർണർ അടുത്ത 5 വർഷവും കേരളത്തിൽ തുടരണമെന്നാണ് ആഗ്രഹമെന്ന്. അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വ്യക്തിപരമായിട്ട് കൂടി അവർ ആ ഗവർണറെ ഇഷ്ടപ്പെടുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ രാജ്യവ്യാപകമായി AICC എടുക്കുന്ന നിലപാടുകൾക്ക് ഇവിടുത്തെ നേതൃത്വം വില കൽപ്പിക്കുന്നില്ല എന്നതാണോ വസ്തുത? അതോ വാളയാർ ചുരത്തിനപ്പുറം കോൺഗ്രസിന് എല്ലാ വിഷയങ്ങളിലേതുപോലെ ഗവർണർ വിഷയത്തിലും മറ്റൊരു നിലപാടാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലുള്ളത് ഏതായാലും തിരുവഞ്ചൂർ തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മറ്റു പല കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലിരിപ്പ് ഇത് തന്നെ ആയിരിക്കാം. കെ സുധാകരൻ അത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് അത് വിഷയാധിഷ്ഠിതമാണ് എന്ന് പലപ്പോഴും പറഞ്ഞു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വിഷയമില്ല, നേരിട്ട് പറയുകയാണ് ഗവർണറെ പുകഴ്ത്തിക്കൊണ്ട്. അദ്ദേഹം അടുത്ത 5 വർഷവും കേരളത്തിന്റെ ഗവർണറായി തുടരട്ടെ എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ്.